മാഷെ, ബി.ജെ.പിയിലേക്ക് ശശി തരൂർ പോകുമെന്നുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് തരൂർ റെസ്പോണ്ട് ചെയ്യുന്നൊന്നുമില്ല. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമൊന്നും തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമില്ല. കോൺഗ്രസ് ആണെങ്കിൽ അതിനെ പൊതിഞ്ഞു പിടിക്കുന്ന രീതിയിലുള്ളൊരു സമീപനവും കൊണ്ട് നടക്കുകയാണ്. സത്യത്തിൽ അതിനുള്ള നീക്കമുണ്ട്. അതായത് ബി.ജെ.പിയിലേക്ക് തരൂർ പോകുമോ? ചിലർ പറയുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത്. ചില ഭാഗത്തു നിന്ന് ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. എന്താണ് ആക്ച്വലി ശശി തരൂർ വിഷയത്തിൽ നടക്കുന്നത്? ശശി തരൂര് മിണ്ടാതിരിക്കുന്നത്, നേർക്കുനേരെ പ്രതികരിക്കാത്തത് അദ്ദേഹത്തിന്റെ സാമർത്ഥ്യം കൊണ്ടാണ്. അദ്ദേഹം അതീവ ബുദ്ധിമാനാണ്. ഇനി ഏഹ്, അദ്ദേഹം ബി.ജെ.പിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുമോ എന്ന ചോദ്യത്തിന് അതിനേക്കാളും ബുദ്ധിമാനാണ് ശശി തരൂര്. അമ്മാതിരി മണ്ടത്തരത്തിന് ശശി തരൂർ തൽക്കാലം പോകാൻ പോകുന്നില്ല. കാരണം അടുത്തൊരു 4 തെരഞ്ഞെടുപ്പിലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ളപ്പോഴല്ലേ മുഖ്യമന്ത്രിയാവുന്നതിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ട് അമ്മാതിരി അബദ്ധങ്ങളൊന്നും ശശി തരൂർ ചെയ്യില്ല. പക്ഷേ ശശി തരൂരിന് കൃത്യമായ ചില പ്ലാനുകളുണ്ട്. അത് വളരെ സുവ്യക്തമാണ്. അദ്ദേഹം കഴിഞ്ഞ മാസം ഹിന്ദുവിൽ എഴുതിയ ആർട്ടിക്കിൾ തൊട്ട് അത് വളരെ ക്ലിയർ ആണ്. അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ട്. പൊളിറ്റിക്കലി അദ്ദേഹം ആംബീഷ്യസ് ആണ്. കോൺഗ്രസിൽ നിന്ന് ഇനിയൊന്നും അദ്ദേഹത്തിന് നേടാനില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രധാനപ്പെട്ട ചില വാർത്ത, ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്ന വാർത്ത വെച്ച് നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാൻ പറ്റും. കോൺഗ്രസിന് ഇത് നന്നായിട്ട് അറിയാം. ശശി തരൂരിൻ്റെ ഓരോ നീക്കങ്ങളും ഒരുപക്ഷെ ബി.ജെ.പിയേക്കാൾ, ഗവൺമെന്റിനേക്കാൾ സൂക്ഷ്മമായി അറിയുന്നത് കോൺഗ്രസ് ആയിരിക്കും. അതിനൊക്കെയുള്ള മെഷീനറി അവർക്കുണ്ട്. പക്ഷെ അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, ഒന്ന്, അവരുടെ ഭാഗത്ത് നിന്ന് ഒരു നേതാവിൻ്റെയും ഒരു വാക്കുകൊണ്ട് പോലും പ്രകോപനമുണ്ടാക്കി ശശി തരൂരിനെ പറഞ്ഞയക്കരുത്. 2, ശശി തരൂർ പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ പരിശ്രമങ്ങൾ അദ്ദേഹത്തെ കൂടെ നിർത്താൻ തന്നെ ആയിരിക്കണം. ചരിത്രം അവരെ കുറ്റപ്പെടുത്താൻ ഇടയാക്കരുത് എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇന്നലെയും ഇന്നുമായി 3 പ്രധാനപ്പെട്ട ഇവന്റുകൾ കോൺഗ്രസ് പാർട്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ ഒന്ന് AICC ഏർപ്പാടാക്കിയ ഒരു മീറ്റിംഗ് ആണ്. ഓരോ പാർലമെന്റ് സെഷൻ നടക്കുമ്പോഴും ആ സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പായി ഓരോ പാർട്ടിയുടെയും പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് നടക്കും. ഇത്തവണത്തെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് നടക്കേണ്ടത് ഇന്നലെയാണ്. ആ മീറ്റിംഗിലേക്ക് ശശി തരൂരിനെ പ്രത്യേകം ക്ഷണിക്കാൻ AICC തീരുമാനിച്ചു. അതിന് അവരുടെ ആശയപരമായ കാരണങ്ങളുണ്ട്. നരേന്ദ്രമോദി സർക്കാരിനെതിരായി അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഇഷ്ടം പോലെ ഉള്ള ഒരു സമയമാണ്. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാവുന്ന ഏത് വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ പരിമിതിയേക്കാളും സമർത്ഥമായി ഇത് ഉന്നയിക്കാൻ പറ്റിയ, വിഷയം അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളാണ് ശശി തരൂര്. അദ്ദേഹം തന്നെ വേണം പാർലമെന്റിൽ കോൺഗ്രസ് പാർട്ടിയുടെ ക്യാമ്പയിനെ, പാർട്ടിയുടെ ഇടപെടലിനെ, അല്ലെങ്കിൽ പാർലമെന്റിൽ ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങളെ നയിക്കേണ്ടത് അദ്ദേഹമാണ് എന്ന നിലപാടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അപ്പോൾ വിദേശത്താണ്, ഇപ്പോൾ ഗ്രീസിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതൻസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്, സോറി ഞാൻ എത്തൂല മീറ്റിങ്ങിന് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്കിപ്പ് ചെയ്തു ആ മീറ്റിംഗ്. വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ്. ഇനി അതൊരു ന്യായമായ കാരണമല്ലേ എന്ന് തോന്നാം. ഇപ്പോൾ എനിക്കും പ്രജിതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിദേശയാത്രയ്ക്ക് അവസരം കിട്ടി, അതും ഗ്രീസ് പോലെ ഒരു പുരാതന പ്രസിദ്ധമായ ഒരു രാജ്യം സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ട് അത് വഴിക്ക് വെച്ച് കട്ട് ചെയ്ത് പോരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. ശശി തരൂരിന് വിദേശയാത്ര ഒരു ഇഷ്യൂ അല്ലല്ലോ. അദ്ദേഹം പാർലമെന്റിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പോകാത്ത രാജ്യങ്ങൾ ഉണ്ടാവില്ല. ഐക്യരാഷ്ട്ര സഭയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ശശി തരൂരിന് ഏത് വിദേശയാത്ര എവിടെ വെച്ചും കട്ട് ചെയ്ത് തിരിച്ചു പോരുകയും മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായ ശേഷിയുണ്ട്, സ്വന്തമായി അദ്ദേഹത്തിന് ഇഷ്ടം പോലെ യാത്ര ചെയ്ത അനുഭവമുണ്ട്. അതുകൊണ്ട് വിദേശയാത്ര ശശി തരൂരിന് ഒരു എക്സ്ക്യൂസ് അല്ല. AICCയുടെ യോഗമായിരുന്നു അദ്ദേഹത്തിന് പ്രധാനം, അത് അദ്ദേഹം സ്കിപ്പ് ചെയ്തു. 2, ഇന്ന് കോട്ടയത്ത് നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലെ മുഖ്യ പ്രഭാഷകനായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയാണെന്ന് ഓർക്കണം. ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഇത്ര പോപ്പുലറായ ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2 കൊല്ലമായി അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാതെ ഒരു ദിവസം പോലും കോൺഗ്രസ്സുകാർ കടന്നുപോയിട്ടില്ല. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിന് 2ാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ വേദിയിൽ വെട്ടിത്തിളങ്ങാൻ ശശി തരൂർ വേണമെന്ന് നിർബന്ധം പിടിച്ചത് KPCC. സണ്ണി ജോസഫ് അങ്ങേയറ്റത്തെ വിനയത്തോടെ അദ്ദേഹത്തെ പലതവണ വിളിച്ചതായി അദ്ദേഹം തന്നെ ഇന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അങ്ങുണ്ടാവണം. അത് ഉമ്മൻചാണ്ടിയോടുള്ള ട്രിബ്യൂട്ട് മാത്രമല്ല, ഈ സന്ദർഭത്തിൽ അത് വളരെ പ്രധാനമാണ്. രാഹുൽ ഗാന്ധിയും അങ്ങും ചേർന്ന് കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ വേദിയിൽ ഉണ്ടാവണം. അദ്ദേഹം അതും സ്കിപ്പ് ചെയ്തു. ഞാൻ ഇന്ന് എത്തുകയുള്ളൂ,
എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം പോലും അദ്ദേഹം ഉപേക്ഷിച്ചു. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം അദ്ദേഹം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ബുദ്ധിമാനായ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ഈ ഒരു ഒരു ഇന്നത്തെ വേദിയിൽ പോകാൻ അവസരം കിട്ടിയ ഒരു കോൺഗ്രസ് നേതാവും കളയില്ല. അത്ര വൈകാരികമായ വേദിയാണ്, അത്ര വാർത്താ പ്രാധാന്യമുള്ള വേദിയാണ്. അദ്ദേഹം സ്കിപ്പ് ചെയ്തു. നമ്പർ 3, കോട്ടയത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം പോകുന്നത് സീനിയർ കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ കാണാനാണ്. അദ്ദേഹത്തോട് രാഷ്ട്രീയ ഉപദേശം തേടാനൊക്കെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും KPCC അതും ഒരു അവസരമാക്കി. AK ആന്റണിയുടെ കൂടി സാന്നിധ്യത്തിൽ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തുള്ളപ്പോൾ, മാത്രമല്ല പുതിയ KPCC ഭാരവാഹികളൊക്കെ വന്നതിന് ശേഷം രാഹുൽ ഗാന്ധി KPCC ആസ്ഥാനത്ത് വരികയാണ്. ഒന്നുകിൽ അവിടെ വെച്ചോ അല്ലെങ്കിൽ AK ആന്റണിയുടെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് വെച്ച് ഒന്ന് ശശി തരൂരിനോട് സംസാരിക്കാൻ ഒരു വേദി ഒരുക്കാനും KPCC തീരുമാനിച്ചു. അതിനൊരു കാരണം കൂടിയുണ്ട്. ശശി തരൂർ കോൺഗ്രസുമായുള്ള ഇഷ്യൂസൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ശശി തരൂർ പറഞ്ഞിരുന്നത്, എന്നോട് നേരിട്ട് പറയട്ടെ, അപ്പോൾ ഞാൻ പറയാം, അതുവരെയുള്ളതൊക്കെ എൻ്റെ വ്യക്തിപരമായ നിലപാടാണ്, അത് ഞാൻ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്നാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം വ്യക്തിപരമായി ചെയ്യുന്നൊരു നിലപാടില്ല. അദ്ദേഹം എടുത്ത നിലപാടുകൾ മുഴുവൻ രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയനിലപാടുകൾ ലോകമാകെ നടന്ന് വിശദീകരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ ഡെലിഗേഷനിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കേണ്ടത് പോലും കോൺഗ്രസ് പാർട്ടിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഡെലിഗേഷനിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നയനിലപാടുകൾ വിശദീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ MP എന്ന നിലയിൽ ശശി തരൂർ പോകുമ്പോൾ അത് രാഷ്ട്രീയമാണ്. അതിപ്പോൾ മമതാ ബാനർജിയുടെ ഒക്കെ ഒരു മാതൃകയുണ്ട്. മമതാ ബാനർജി പറഞ്ഞു, നിങ്ങളുടെ ഡെലിഗേഷനിൽ ഞങ്ങൾ പങ്കെടുക്കും, പക്ഷേ എൻ്റെ പാർട്ടിയിൽ നിന്ന് ആര് ഡെലിഗേറ്റ് ആവണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയാണ്. എന്നിട്ട് യൂസുഫ് പത്താൻ്റെ പേര് കോൺഗ്രസ് അങ്ങോട്ട് തീരുമാനിച്ചു. യൂസുഫ് പത്താൻ വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ക്രിക്കറ്ററാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഉപയോഗിച്ച് കളയാം എന്ന് വിചാരിച്ചു. സമ്മതിച്ചില്ല അമ്മ. മമതാ ബാനർജി പറഞ്ഞു, ആ ലിസ്റ്റ് ആര് തീരുമാനിച്ചു? അല്ല, ഞങ്ങൾ തീരുമാനിച്ചാണ്. പറ്റില്ല, ആ പേര് വെട്ടി മാറ്റിയിട്ട് അങ്ങോട്ട് അഭിഷേക് ബാനർജിയുടെ പേര് കൊടുത്തു. അഭിഷേക് ബാനർജി മരുമോനായതുകൊണ്ടല്ല, കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കാൻ പാടില്ല. പത്താൻ പോകുന്നത് കൊണ്ട് മമതാ ദീദിക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു നിലപാടാണ്. അപ്പോൾ അതേ നിലപാട് കോൺഗ്രസും സ്വീകരിക്കണമായിരുന്നു. കോൺഗ്രസ് സ്വീകരിക്കേണ്ടിയിരുന്നത്, ശശി തരൂരിനെ സന്തോഷമേ ഉള്ളൂ, ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എവിടെയും പോകുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷെ നിങ്ങൾ തീരുമാനിക്കരുത്. കോൺഗ്രസിനോട് ചോദിക്കണ്ടേ, ഞങ്ങളല്ലേ, അവരാണല്ലോ തീരുമാനിക്കേണ്ടത്. അത് അറിയാത്ത ആളല്ല ശശി തരൂർ. ആ കീഴ്വഴക്കവും ആ പ്രോട്ടോക്കോളും അറിയാത്ത ആളല്ല, അറിഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു ധാരണയുണ്ടാക്കിയിട്ട്, പ്രത്യേകിച്ച് BJPയും അമിത്ഷായും നരേന്ദ്രമോദി തന്നെയും ധാരാളമായി ശശി തരൂരിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും മോദിയെയും വാഴ്ത്തിക്കൊണ്ട് നിരന്തരമായി ലേഖനങ്ങൾ എഴുതുകയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമാണ്, ഒരു ധാരണയുടെ ഭാഗമാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മൂന്നാമത്തെ മീറ്റിങ്ങിലും ശശി തരൂർ പറഞ്ഞിരുന്നു, എന്നോട് ചോദിക്കട്ടെ. അങ്ങനെ നേർക്ക് നേരെ ചോദിക്കാൻ, വേണമെങ്കിൽ ഒന്ന് മഞ്ഞുരുക്കാൻ, ഒന്ന് റിപ്പയർ ചെയ്യാൻ, പാച്ചപ്പ് ചെയ്യാൻ, അടുപ്പിക്കാനൊക്കെ അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള അവസാനത്തെ അവസരമായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് വിളിച്ച മീറ്റിംഗ്. അതിനും പോയില്ല, അദ്ദേഹം സ്കിപ്പ് ചെയ്തു. ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ശശി തരൂരിനോട് മാധ്യമങ്ങൾ എവിടെയോ വെച്ച് ചോദിച്ചു, അതും ഇന്നത്തെ പത്രവാർത്തയിലുണ്ട്. ശശി തരൂരിന് എന്താ നിങ്ങളുടെ നിലപാട്, നിങ്ങൾ എന്താ ഇങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധിയെ കാണാൻ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹം വരുമ്പോൾ പോയി കാണേണ്ടതില്ലല്ലോ, പാർലമെൻറ്റ് സെഷൻ തുടങ്ങുകയല്ലേ, സമ്മേളനം നടക്കുമ്പോൾ എപ്പോഴെങ്കിലും ഞങ്ങളുടെ പാർലമെൻറ്റിൻ്റെ സൈഡ് റൂമിൽ ഇരുന്ന് ഞാനും അദ്ദേഹവും സംസാരിച്ചു കൊള്ളാം. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്, എന്നോടുള്ള സമീപനം AICCയും KPCCയും മാറ്റിയല്ലോ, എന്നെ ഒരു ശത്രുവായിട്ടല്ല, എന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് കാണുന്നുണ്ടല്ലോ, സന്തോഷമുണ്ട് എന്ന ഒരു പാസിംഗ് കമൻറ്റ്, ഒരു എന്താ പറയുക, ഒരു തലോടൽ കമൻറ്റോടുകൂടിയാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഒരു കാര്യം തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ പോക്ക് വളരെ പ്രകടമാണ്. അദ്ദേഹം നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് നീങ്ങുന്നത്. ഇങ്ങനെ പോയാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിലപ്പുറമൊന്നും അദ്ദേഹത്തിന് നേടാനില്ല. കോൺഗ്രസ്സിന് വേണമെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാമായിരുന്നു. അങ്ങനെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുമെന്ന് അദ്ദേഹത്തിന് യാതൊരു പ്രതീക്ഷയുമില്ല. പിന്നെ BJPയുടെ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും ആവാൻ അദ്ദേഹത്തിന് യാതൊരു താല്പര്യമില്ല. കാരണം അത് വളരെ വേണ്ടാത്ത പണിയാണെന്നും, രാഷ്ട്രപതിയാക്കാനുള്ള നീക്കം ഉണ്ടാവും. രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ രാഷ്ട്രപതിയെ പോലെ ഒരു പാസീവ് പദവി ആവില്ല അദ്ദേഹം മനസ്സിലുണ്ടാവുക. അതിനപ്പുറം ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് ഒരു സമ്പൂർണ്ണ ക്യാബിനറ്റ് റാങ്കോട് കൂടിയ ഒരു വിദേശകാര്യ മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലുള്ള ഒരു പോസ്റ്റാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളിലും തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹം ഇപ്പോൾ ഈ ഹിന്ദുവിൽ എഴുതിയ ലേഖനവും
അതിനുശേഷം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ലേഖനത്തിലും ഒക്കെ ഒരു വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് ചേർന്ന ഒരു മന്ത്രി ആയില്ല. മീൻസ് അദ്ദേഹം അങ്ങനെ പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിലും ജയശങ്കർ പോരാ എന്നൊരു തോന്നൽ, ഒരു ഫീൽ എഴുന്നേലുണ്ട്. അപ്പൊ അതായിരിക്കണം ഒന്ന്. രണ്ട്, ഉപരാഷ്ട്രപതി ഒഴിയാൻ പോകുന്നു, അങ്ങനെ പോസ്റ്റുകളൊക്കെ കിടക്കുകയാണല്ലോ, രാഷ്ട്രപതി വരെയുള്ള പോസ്റ്റുകൾ. എന്തായാലും ചെറിയ സ്വപ്നങ്ങളൊന്നും ശശി തരൂരിന് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. ഏതെങ്കിലും ഒരു ലോകരാഷ്ട്രത്തിൽ ഒരു അംബാസിഡർ ആവുക, പിന്നെ ആർക്കും ഏത് ശ്രീധരൻപിള്ളക്കും ആകാവുന്ന ഒരു ഗവർണർ ആവുക, അങ്ങനെയുള്ള ചെറിയ പണികളൊന്നും അദ്ദേഹം ഏൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവണം. ഇനി അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ, ബാക്കിയിരിക്കുന്ന സ്വപ്നങ്ങൾ നേടാൻ തീർച്ചയായിട്ടും BJP തന്നെയാണ് ഉപകരിക്കുക എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും ശശി തരൂർ പോകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇന്നത്തെ കോൺഗ്രസ് നടത്തിയത് അവസാനത്തെ ശ്രമമാണ്. ഒരുപക്ഷെ അത്രയൊക്കെ പോണോന്ന് ആർക്കും തോന്നിപ്പോകും. ഭൂമിയോളം താണു കൊടുക്കുകയാണ് ഒരു മനുഷ്യന്റെ മുമ്പിൽ. അത്രയും കാലിബറുള്ള ഒരു നേതാവാണ്. ആ നേതാവിനെ ഞങ്ങളായിട്ട് ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ കുറവുകൊണ്ട്, അവരുടെ ഒരു ഈഗോ കൊണ്ട് അദ്ദേഹം പോണ്ട എന്ന് തീരുമാനിച്ചതിന്റെ ഫലമാണ്. അപമാനകരമാണെന്ന് വേണമെങ്കിൽ പറയാം, ഇത്രയൊക്കെ പോണോ. എങ്കിലും കോൺഗ്രസ് നിലപാട് മാതൃകാപരമാണെന്ന് പറയാം. ശശി തരൂര് ഇനിയും പോകാൻ തീരുമാനിച്ചാൽ അത് ക്രൂരമാണെന്നും പറയാം. വളരെ അങ്ങേയറ്റത്തെ ശശി തരൂരിനെ പോലെ ഒരാളുടെ ഇന്നലെ വരെ പറഞ്ഞ, ഒരു പക്ഷേ നരേന്ദ്രമോദിക്കെതിരായി ഇത്ര രൂക്ഷമായി എഴുതുകയും പറയുകയും ചെയ്ത ഒരാൾ കൂടിയാണ് ശശി തരൂര്. പക്ഷെ മോദിക്കും BJPക്കും അവരുടെ കൂടെ നിൽക്കാൻ ഒരാൾ എപ്പോൾ തീരുമാനിച്ചാലും അയാളുടെ ഭൂതകാലം ഒരു ഇഷ്യൂ അല്ല. അതുപോലെ അദ്ദേഹം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു നേതാവല്ലേ, വളരെ പൊട്ടൻഷ്യൽ ഉള്ള നേതാവാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കില്ലേ മോദിയൊക്കെ പിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെറുതെ. മോദിക്ക് അതിന്റെ കുറവുണ്ട് കേട്ടോ. മോദിക്ക് തീർച്ചയായിട്ടും ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാലിബർ കുറവുണ്ട്. മോദിക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ ശശി തരൂർ എണ്ണി പറഞ്ഞ ഇന്ത്യയുടെ 3 T's അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ട്രേഡ്, നമ്മുടെ ടെക്ക്, നമ്മുടെ ട്രഡീഷൻ. ഈ 3 കാര്യങ്ങൾ മാത്രം വിറ്റഴിച്ചാൽ മതി ലോകോത്തരമായി ഇന്ത്യക്ക് വളരാൻ. അത് വിറ്റഴിക്കുന്നതിൽ, മാർക്കറ്റ് ചെയ്യുന്നതിൽ നമ്മൾ വേണ്ടത്ര വിജയിക്കുന്നുണ്ടോ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ചോദ്യമൊക്കെ വളരെ ശരിയാണ്. നരേന്ദ്രമോദിക്ക് ശശി തരൂർ ഒരു നല്ല സെലക്ഷൻ ആവാനും ആയാൽ അതും തെറ്റല്ല.